നമുക്ക് എന്തിനാണ് കോൺഗ്രസും ലീഗും കുറച്ച് ദിവസമായി കരയുന്നത്? എന്താണ് പറ്റിയത്? എന്തിനാണ് അവർ കരയുന്നത്? നോക്കൂ, ഇപ്പൊ ഉത്തരേന്ത്യയിലൊക്കെ ഉള്ളതുപോലെ മുസ്ലിം പള്ളികളെല്ലാം ഇടിച്ചു നിരത്തുന്ന അല്ലെങ്കിൽ അത് ആക്രമിക്കുന്ന ഒരു രീതിയാണ് കേരളത്തിലുള്ളത്. ഇങ്ങനെ അതെ, അവർ രാവിലെ ആകുമ്പോൾ അങ്ങോട്ട് ഇറങ്ങും, എന്നിട്ട് വൈകുന്നേരം വരെ അങ്ങോട്ട് പൊളിക്കും, എന്നിട്ട് പള്ളിയല്ല പള്ളിക്കൂടാണ് പണിയണമെന്നുകൊണ്ട് പാടി കൊടുക്കാൻ വിടുന്ന ഒരു ട്രെയിനിങ്ങും കൊടുക്കും. ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തുന്ന ഒരു രീതി കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലാണ് ഏറ്റവും റീസെന്റ് ആയി അത് സംഭവിച്ചത്. അങ്ങനെ ഒരു രീതി കേരളത്തിൽ നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്താണ് കഴിഞ്ഞ 10 വർഷമായി അവർ കയ്യേറിയ ഭൂമിയിൽ അവർ ഒഴിപ്പിച്ചു, അതിനനുസരിച്ച് അവർക്ക് വേറെ ഫ്ലാറ്റും പാർപ്പിടവും കൊടുക്കുമെന്ന് പറഞ്ഞു. അതാണ് ഇപ്പോൾ ആ കർണാടകയിൽ ഉണ്ടായത്. ഇനി പാർട്ടിയാണ് മുസ്ലിം ലീഗ്. എല്ലാ മുസ്ലിം മതവിശ്വാസികളും ലീഗിലുള്ളവരാണോ? അല്ല. എന്താണ് ജമാഅത്തെ ഇസ്ലാം? ജമാഅത്തെ ഇസ്ലാമി ഒരു ഇസ്ലാമിക് അല്ല, ലീഗ് ഇപ്പൊ ഉണ്ടായതാണല്ലേ, പറഞ്ഞു മനസ്സിലാക്കണുണ്ടോ? എല്ലാ മുസ്ലിം മതവിശ്വാസികളും ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുന്നവരാണോ? അല്ല. അപ്പൊ ഇതൊക്കെ നിങ്ങൾ മാത്രമാണ്. എന്നിട്ട് നിങ്ങളെ വിമർശിച്ചാൽ അതുടനെ ആ സമുദായത്തെയോ പറഞ്ഞത് പോയിന്റ് വിമർശിച്ചതായി നിങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇപ്പൊ KM ഷാജി എന്താ പറയുന്നത്? UDF അധികാരത്തിൽ വരേണ്ടത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ അപ്പൊ കേരളത്തിലെ ഇതര മതവിശ്വാസികളൊന്നും അവർക്ക് എന്ത് ബാധിക്കുന്നു എന്നുള്ളതൊന്നും KM ഷാജിയുടെ വിഷയം. നിങ്ങൾ നിൽക്കുന്ന പക്ഷത്തായോണ്ട് ഇത് പറഞ്ഞു. അല്ലാന്നുണ്ടെങ്കിൽ KM ഷാജിനെ ഇത് പറഞ്ഞ നിങ്ങൾ മതേതര വിരുദ്ധനോ അല്ലെങ്കിൽ നിങ്ങൾ വർഗീയവാദി ഉറപ്പാ. ഹിന്ദുക്കളെ ഒന്നും സംരക്ഷിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ മോദിയെ വിളിച്ച് പറഞ്ഞ് ഹിന്ദുക്കളെല്ലാം സംരക്ഷിക്കാനുള്ള ഏർപ്പാടൊക്കെ ഇവിടെ ചെയ്യാം എന്ന് പറഞ്ഞാൽ അപ്പോൾ കേരളത്തിലെ മറ്റ് ക്രിസ്ത്യാനികളോ പറഞ്ഞോ കേരളത്തിലെ ഹിന്ദുക്കളെ എന്നൊക്കെ അറിയില്ല, ഓരെ സംരക്ഷിക്കാനും രക്ഷിക്കാനൊക്കെ എനിക്ക് ലേശ ചെറിയതാവില്ലേ അല്ലേ? പറഞ്ഞാൽ മതി, ഞാൻ മോദിയെ വിളിച്ച് പറഞ്ഞ് ഹിന്ദുക്കളെല്ലാം സംരക്ഷിക്കാനുള്ള ഏർപ്പാടൊക്കെ ഇവിടെ ചെയ്യാം എന്ന് പറഞ്ഞാൽ അപ്പോൾ കേരളത്തിലെ മറ്റ് ഹിന്ദുക്കളെ സംരക്ഷിക്കാനുള്ള പരിപാടി മോദി ഇപ്പൊ പിണറായി വിജയനാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായില്ല? മതത്തെ ഞാൻ സംരക്ഷിച്ചോളാം, ഇത് നീ എടുത്തോ, ഇത് ഇവൻ എടുത്തോട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ മതവിശ്വാസികളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം, ഓരോ മതത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണ്ട. ഞങ്ങളുടെ കപ്പിത്താളിലപ്പോ ഞങ്ങൾ ഒരു കുത്തേക്കും കീഴ്പ്പെടില്ല. അത് കറക്റ്റ് ഞങ്ങൾ പറഞ്ഞു. ഒരു കപ്പിത്താണ്ട് ഞങ്ങളുടെ അയാൾ നോക്കിക്കോളൂ. വിദ്യാലയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട, ആരോഗ്യ മേഖലയെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട, ഇതൊക്കെ ആളുകൾ മതവും ഇല്ലാത്ത അപകടാവസ്ഥ മതത്തിലുണ്ട് എന്ന് പറയുന്ന സാഹചര്യം ഒക്കെ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചാൽ സിമ്പിളാണ് കാര്യം. ആളുകൾക്ക് അത് വർഗീയവാദമാണെന്ന് നന്നായി മനസ്സിലാവും. ഇതൊക്കെ ശരി തന്നെ, ഇത് പറഞ്ഞ കറക്റ്റാണ്. പക്ഷെ ഇത് ആര് പറഞ്ഞു കൊടുക്കുമ്പോൾ സജീവേട്ടനൊക്കെ ആര് പറഞ്ഞു കൊടുക്കും? ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇത്രയും ജനക്ഷേമം ചെയ്തത് നമുക്ക് എന്തിനാ പേടി? ജനം ആഗ്രഹിക്കണമെങ്കിൽ ഒരു ഭരണം ഇനിയും ജനക്ഷേമം കിട്ടണം, ഇതേപോലെ അന്താരാഷ്ട്ര വിദ്യാഭ്യാസങ്ങൾ പറഞ്ഞ പോലെ ആരോഗ്യം എല്ലാം വേണം. അപ്പം ഇതൊന്നും പറയാണ്ട് വെറുതെ മാത്രം പറഞ്ഞ ആളുകൾ ആരെയും ഗവനിക്കുക. പിന്നെ നമുക്ക് ഭയം വേണ്ടല്ലോ, ജാഗ്രത മതി. പറഞ്ഞ പോയിന്റാണ്. എന്തായാലും പറഞ്ഞതിൽ കാര്യമുണ്ട്. ആ കാര്യം നോക്കിയിട്ട് ബാക്കിയുള്ളവർ നോക്കുക. എന്താ വെച്ചാൽ എനിക്കത് അത്ര പറയാനുള്ളൂ. സജിയേട്ടാ, നിങ്ങൾ കേട്ടില്ലത്?